ഫൈനലി സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനൊരു ലാപ്പ് എടുക്കാൻ പോവുകയാണ് ഫൈനലി. ഇപ്പോൾ ഏത് ലാപ്പാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. വാ എന്നാലും ഞാൻ കാണിച്ചു തരാം. കമോ. പിന്നെ ഒരു കാര്യം, കണ്ണാടി വെച്ചേക്കുന്ന ഷോ ഒന്നുമല്ല. ഇവിടുത്തെ എന്താ പറയുക, മേഘമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് സൺഗ്ലാസ് ഇല്ലാതെ പുറത്തിറങ്ങുന്ന കാര്യം ഭയങ്കര പാടാണ്. ലൈറ്റൊക്കെ എന്ന് വെച്ചാൽ അമ്മാതിരി ലൈറ്റ്. ഒരു നോർമൽ ഫോട്ടോ എടുത്താലും ഒരു വിഷയം, മറ്റേ സ്ക്രീൻ സേവർ വാൾപേപ്പറൊക്കെ പോലും നല്ല വിഷയം ഫോട്ടോസ് കിട്ടും. അതുകൊണ്ട് സ്പെക്സ് ഇല്ലാതെ, ഇവിടെ ഷെയ്ഡില്ലാതെ നമുക്കിവിടെ ഇറങ്ങാനേ പറ്റില്ല. അപ്പം മാർക്ക് വില്ലയിലാണ് നമ്മൾ ലാപ്പ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ബെസ്റ്റ് ബൈയും വാൾമാർട്ടും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് ഏത് ലാപ്പാ എന്നൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ. ഗൈസ്, ഇതാണ് മാർക്ക്വിൽ. ഓ ഷിറ്റ്, പാട്ടുണ്ട്. കോപ്പിറൈറ്റ് കിട്ടിയാൽ ഞാൻ മാറ്റും. സോ ബാക്കി കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. നമുക്കപ്പം നേരെ ഷോറൂമിലേക്ക് പോകാം. ഇവിടെ പാട്ടും കാര്യങ്ങളും ഇട്ടേക്കുന്നുണ്ട്. കോപ്പിറൈറ്റും കാര്യങ്ങളും വരുമെന്ന് എനിക്കറിയില്ല. സോ ഇപ്പോൾ ഞാൻ സ്പെക്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തായതുകൊണ്ട് ലൈറ്റിംഗ് ഇഷ്യൂ ഇല്ല. സോ എന്താ പറയുക, നമുക്ക് എന്തായാലും നേരെ ഷോപ്പിലേക്ക് പോവാം. നോക്കട്ടെ ഏത് ബ്രാൻഡിൻ്റെ ആണ്, ഏത് മോഡലാണ് എന്നൊക്കെ വഴിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. സാധനം എടുത്തിട്ട് വരാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ ആപ്പിളിൻ്റെ ഷോറൂമിലാണുള്ളത്. നമ്മുടെ കൂടെ പുള്ളിക്കാരനായിരുന്നു. റൂഷ. സോ നമ്മളിങ്ങനെ മാക്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. സോ ഓൾമോസ്റ്റ് ഒരു മോഡൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ് സി. പുള്ളിക്ക് നല്ല ഓഫറൊക്കെ തന്ന് നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഏതാണെന്നൊക്കെ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ ഫൈനലി സാധനം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അടുത്തൊന്നും. താങ്ക് യു. ഗൈസ്, അങ്ങനെ ലാപ്ടോപ്പ് എടുത്തു. മാക്ബുക്ക് എയർ ആണ്, M2 വേരിയൻറ്റ്. അത്യാവശ്യം M3 ഉണ്ടായിരുന്നു. ബട്ട് അറിയാമല്ലോ, ഇപ്പോഴത്തെ പുതിയ ഇത് വെച്ചിട്ട് M3 എനിക്ക് വലിയ യൂസ് ഇല്ല. സോ ഞാൻ M2 എടുത്തു. ഞാൻ നേരത്തെ കാണിച്ചതില്ലേ, പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഇവിടെ 5 മണിയായി. ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാനഡയിലാണ്. 5 മണിയായി. ഞാൻ രാവിലെ വന്നായിരുന്നു. രാവിലെ വന്ന് ഒരു 3/4 മണിക്കൂറോളം പുള്ളിയായിട്ട് സംസാരിച്ച് ലാബ് ഫൈനലൈസ് ചെയ്ത് റേറ്റും കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കി വെച്ചേക്കായിരുന്നു. നല്ലൊരു ഓഫറാണ്. ബട്ട് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഷോപ്പിലല്ല, ടാക്സ്. അത്യാവശ്യം നല്ല രീതിയിൽ ടാക്സും കാര്യങ്ങളുണ്ട്. എങ്കിലും എനിക്കിതൊരു ബെറ്റർ എന്താ പറയുക പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആസ് കമ്പയർഡ് ടു ഇന്ത്യ കേട്ടോ. ഞാൻ ഇന്ത്യയിൽ നോക്കിയായിരുന്നു, വരുന്നതിന് മുമ്പ് വാങ്ങിക്കാനായിട്ട് നോക്കിയായിരുന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരുന്നു, മോർ ദാൻ 2 lakhs ആയിരുന്നു. ബട്ട് ഇതെനിക്ക് റീസണബിളായിട്ട് 2 lakhsനകത്ത് നല്ലൊരു മോഡൽ കിട്ടി. സോ ഐ എം ഹാപ്പി. സോ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇനി നമുക്കിവിടെ കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളും കൂടെ ഉണ്ട്. സോ ഒന്ന് തീർത്തിട്ട് കാണാം. One eternity later. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ മാക്ബുക്ക് എടുത്തു. ആപ്പിളിൻ്റെ M2 ആണ് എടുത്തേക്കുന്നത്. 13 ഇഞ്ചാണ് എടുത്തത്. സോ നമ്മൾ ഫൈനലി വീടെത്തി. ഇപ്പോൾ ഇനി അൺബോക്സ് ചെയ്യാം. Excited? Yeah. വീടിൻ്റെ മുതലാളി എന്നെ ചവിട്ടി ഇറക്കുമെന്തോ. ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് വെച്ചിരുന്നേ. റൂമിൻ്റെ അകത്ത് ലൈറ്റ് കുറവാണ്. അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. സോ അടുത്തിട്ടോ. അയ്യോ, ഐഫോൺ പോലെ എളുപ്പം വരില്ല ഗൈസ്. ഞാൻ പെട്ടിയെടുത്ത് ഇതിൻ്റെ അകത്തോട്ടാക്കി.
എടുത്തോ ക്ലോസ് ആണ്. ഫൈനലി ചെറിയൊരു പേപ്പർ പ്രശ്നമേ ഉള്ളൂ. ഐഫോൺ പോലെ കവറൊന്നുമല്ല. അയ്യോ ഓക്കെ, കളർ മാറിപ്പോയി എന്ന് തോന്നുന്നു. ബട്ട് എനിവേസ് ഇത് മതി. ഞാൻ ബ്ലാക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷേ സിൽവർ ആയിപ്പോയി കിട്ടിയത്. സോ എനിവേസ് ഐ എം ഓക്കെ. തുറക്കട്ടെ. ഞാൻ മാക്ബുക്ക് അപ്പോൾ ഇനി ഞാൻ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് കാണിക്കാം. സോ ഫൈനലി ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇന്ത്യയിൽ നിന്ന് നോക്കിയതിനേക്കാളും എനിക്ക് ഭയങ്കര ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടിയത്. ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എങ്കിൽ പോലും ഇന്ത്യയിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചീപ്പാണ്. സോ എന്തായാലും എനിക്ക് ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം എഡിറ്റിംഗ് ഞാൻ HP പവിലിയനിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്കിലായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. കുറച്ച് വീഡിയോസും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് വരികയും ചെയ്യും. സോ ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കാനഡയിൽ ഇട്ട് കുറേ വീഡിയോസും കാര്യങ്ങളും വരും. അപ്പം അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും. ബൈ ഗൈസ്.